കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടി കോൺഗ്രസ് പാളയത്തിൽ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അപ്രതീക്ഷിത ട്വിസ്റ്റുമായി മുതിർന്ന നേതാവ് എ.കെ. ആന്റണി കേവലം എംഎൽഎമാരുടെ എണ്ണം മാത്രം നോക്കാതെ നേതാക്കളുടെ സീനിയോറിറ്റി കൂടി പരിഗണിക്കണമെന്ന് ആന്റണി കേന്ദ്ര നിരീക്ഷകരോട് ആവശ്യപ്പെട്ടതായാണ് സൂചന. ഇതോടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ സാധ്യതകൾക്ക് പുതിയ ജീവൻ വെച്ചിരിക്കുകയാണ്. ഐ ഗ്രൂപ്പിന്റെ അമരക്കാരനായിരുന്ന ചെന്നിത്തലയ്ക്ക് ഇത് രാഷ്ട്രീയമായ പുനർജന്മത്തിനുള്ള അവസരമായാണ് വിലയിരുത്തപ്പെടുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് നിയമസഭാ കക്ഷിയിൽ ബഹുഭൂരിപക്ഷം എംഎൽഎമാരുടെ പിന്തുണയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ആന്റണിയുടെ ഈ നീക്കം. ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ KCക്ക് എ.കെ. ആന്റണിയുടെ നിലപാട് തിരിച്ചടിയാകുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇതിൽ വെച്ച് KCയും ചെന്നിത്തലയും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഒരു സമവായ ഫോർമുല ഉരുത്തിയിരുന്നെങ്കിലും സീനിയോറിറ്റി എന്ന ഘടകം ചെന്നിത്തലയ്ക്ക് അനുകൂലമായി മാറാനാണ് സാധ്യത. എ ഗ്രൂപ്പിന്റെ മൗനാനുവാദം കൂടി ലഭിച്ചാൽ ചെന്നിത്തലയ്ക്ക് വഴി എളുപ്പമാകും. ജനാധിപത്യപരമായി എംഎൽഎമാരുടെ അഭിപ്രായത്തിന് വിലയുണ്ടെങ്കിലും വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണയില്ലെങ്കിൽ KC മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തില്ലെന്നാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് എല്ലാവർക്കും സ്വീകാര്യനായ ഒരു സമവായ സ്ഥാനാർത്ഥിയായി ചെന്നിത്തലയുടെ പേര് ആന്റണി മുന്നോട്ട് വയ്ക്കുന്നത്. പാർട്ടിയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നയിച്ച പരിചയസമ്പത്തും സമുദായ സമവാക്യങ്ങളും ചെന്നിത്തലയ്ക്ക് തുണയാകും. KCയുടെ ഡൽഹി സ്വാധീനത്തെക്കാൾ കേരളത്തിലെ സംഘടനാ സംവിധാനത്തിനാണ് മുൻഗണന എന്ന സന്ദേശമാണ് ആന്റണി ഇതിലൂടെ നൽകുന്നത്. മുഖ്യമന്ത്രി പദത്തിനായി VD സതീശൻ നടത്തുന്ന നീക്കങ്ങൾ കോൺഗ്രസിൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. പദവി ലഭിച്ചില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ലെന്ന സതീശന്റെ നിലപാട് ഹൈക്കമാൻഡിനെ കുഴയ്ക്കുന്നുണ്ട്. എന്നാൽ സതീശന്റെ കാര്യത്തിൽ NSS നേതൃത്വം പുലർത്തുന്ന തണുപ്പൻ പ്രതികരണം അദ്ദേഹത്തിന്റെ സാധ്യതകളെ മങ്ങിക്കുന്നു. സംഘടനയോടുള്ള സതീശന്റെ ചില മുൻകാല നിലപാടുകൾ NSS ആസ്ഥാനത്ത് ഇപ്പോഴും ചർച്ചയാണ്. ഇത് അദ്ദേഹത്തിന്റെ സതീശനസത്തിന് തിരിച്ചടിയാകുമോ എന്നാണ് നിരീക്ഷകർ കരുതുന്നത്. മുന്നണിയിലെ നിർണായക കക്ഷിയായ മുസ്ലിം ലീഗ് സതീശന് ജനപിന്തുണയുണ്ടെന്ന കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കുമെങ്കിലും അന്തിമ തീരുമാനത്തിൽ അവർ കടുംപിടുത്തം പിടിക്കില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം UDF ഭരണത്തിന്റെ സുഗമമായ നടത്തിപ്പിനാണ് മുൻഗണന. ചെന്നിത്തലയോടും KCയോടും ഒരുപോലെ അടുപ്പം പുലർത്തുന്ന ലീഗ് നേതൃത്വം കോൺഗ്രസിനുള്ളിലെ തർക്കം ഭരണത്തെ ബാധിക്കരുത് എന്ന കർശനമായ നിലപാടിലാണ്. കേന്ദ്ര നിരീക്ഷകരായ അജയ് മാക്കാനും മുകുൾ വാസ്നിക്കും MLA-മാരെ നേരിൽ കണ്ട് അഭിപ്രായം തേടുന്നതോടെ ചിത്രത്തിന് വ്യക്തത വരും. ഓരോ MLA-യുടെയും രഹസ്യമായ താൽപര്യങ്ങൾ അവർ ഹൈക്കമാൻഡിനെ അറിയിക്കും. ഗ്രൂപ്പ് വൈരങ്ങൾ ഇപ്പോഴും ശക്തമായ കേരളത്തിൽ ഒരു ഗ്രൂപ്പിനെയും പിണക്കാതെ മുന്നോട്ട് പോകുക എന്നത് നിരീക്ഷകർക്ക് വലിയ വെല്ലുവിളിയാണ്. ആന്റണിയുമായി നിരീക്ഷകർ നടത്തിയ പ്രാഥമിക ചർച്ചകളിൽ തന്നെ അദ്ദേഹം തന്റെ കർക്കശമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം പാർട്ടിയുടെ ഐക്യത്തിന് മുൻഗണന നൽകണമെന്ന ആന്റണിയുടെ ഉപദേശം ഹൈക്കമാൻഡ് മുഖവിലക്കെടുക്കാനാണ് സാധ്യത. ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കുമ്പോൾ ആന്റണിയുടെ വാക്കുകൾക്ക് എന്നും വലിയ തൂക്കമാണ് ലഭിക്കാറുള്ളത്. KC വേണുഗോപാലിന്റെ ഡൽഹിയിലെ കരുത്ത് കേരളത്തിലെ ഗ്രൂപ്പ് പോരുകൾക്ക് മുന്നിൽ എത്രത്തോളം പിടിച്ചു നിൽക്കും എന്നതും കണ്ടറിയണം. നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷം കേരളത്തിന്റെ പുതിയ നായകൻ ആരെന്ന് ഡൽഹിയിൽ നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ഡൽഹിയിലെ ഹൈക്കമാൻഡ് ഓഫീസിൽ ഇപ്പോൾ തന്നെ ചർച്ചകൾ സജീവമാണ്. ഓരോ MLA-യുടെയും ചരിത്രവും ഗ്രൂപ്പ് ബന്ധങ്ങളും പരിശോധിക്കപ്പെടുന്നുണ്ട്. ചെന്നിത്തലയ്ക്ക് വീണ്ടും ഭാഗ്യം തെളിയുമോ അതോ വേണുഗോപാൽ തന്നെ കേരളം ഭരിക്കുമോ എന്നാണ് അണികൾ ഉറ്റുനോക്കുന്നത്. VD സതീശന്റെ സമ്മർദ്ദതന്ത്രങ്ങൾ ഹൈക്കമാൻഡ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതും പ്രസക്തമാണ്. പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കടുംപിടുത്തം പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെടാൻ കാരണമായേക്കാം. മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന നിലപാട് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ വെല്ലുവിളിയായേക്കാം. ചുരുക്കത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ ഒരു അധികാര കൈമാറ്റമല്ല, മറിച്ചൊരു രാഷ്ട്രീയ വടംവലിയാണ് നടക്കുന്നത്. ആന്റണിയുടെ സീനിയോറിറ്റി കാർഡ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി വീണാൽ അത് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാകും.